ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വൾണറബിൾ ലാബ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹാക്കിങ്, അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കാൻ, പെൻട്രേഷൻ ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടിക്കലി നമുക്കത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലാബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെർച്വൽ ലാബ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയോട് കൂടി നമ്മൾ വെബ്സൈറ്റിൻ്റെ ആ ഒരു സെഷൻ തൽക്കാലത്തേക്ക് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഹാക്കിങ്ങിനെ പറ്റിയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് അറിയാം, ഞാൻ എൻ്റെ ടെർമെക്സിൻ്റെ ഒരു സെഷനിൽ ഞാൻ ലെമൺ എന്നൊരു ടൂള് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ ഒരു ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഹാക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടൂളായിരുന്നു. സോ ഞാനത് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പം ചെറിയ കുറേ എറേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ അതങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ പുതിയൊരു ടൂളുമായിട്ട് വന്നിരിക്കുകയാണ്. വുസൻ എന്നാണ് ഈ ഒരു ടൂളിൻ്റെ പേര്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാർക്ക് വെബിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ടൂളായിരുന്നു. ആരോ വഴി എങ്ങനെയോ അത് ലീക്ക് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ഗിറ്റ്ഹബിൽ അത് അവൈലബിൾ ആണ്. കുറച്ച് നാൾ മുമ്പ് ഈ ഒരു ടൂൾ അവർ അതിൻ്റെ ഒരു റിസോഴ്സ് ഫുള്ള് ഗിറ്റ്ഹബിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് ടെലിഗ്രാം ചാനൽ വഴിയാണ് ഈ ഒരു ടൂളിൻ്റെ ഫയൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയറിൽ ഞാൻ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്ത് റൂട്ട് പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം apt അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് എന്ന കമാൻഡ് കൊടുത്ത് റെപ്പോസിറ്ററീസ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, കമാൻഡ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ജസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ കമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് nvm എന്നൊരു പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അപ്പോൾ അതിന് കർൾ എന്ന ഒരു പാക്കേജ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം സോഴ്സ് .bash എന്ന് പറഞ്ഞ ഒരു ഫയലുണ്ട്, അതിനകത്തേക്ക് എൻ്റർ അടിക്കുക. ഓക്കെ, സോ അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഫയലൊന്ന് nvmൻ്റെ ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് സോഴ്സ്, അതിനുശേഷം ഒരു ചെറിയ സിമ്പിളുണ്ട്, /.bashrc എന്നൊരു ഫയലുണ്ട്, നമുക്ക് അതിനകത്തേക്ക് എൻ്റർ അടിക്കണം. സോ അതിനകത്തേക്ക് എൻ്റർ ആകുമ്പം ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് വെരിഫൈ ചെയ്യുക, അതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ വെരിഫൈ ചെയ്യുക. nvm --- എന്നടിക്കുമ്പം ആ ഒരു ഫയൽ അവിടെ ഇൻസ്റ്റാൾ ആയിട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഒരു വേർഷൻ നിങ്ങൾക്ക് കാണിക്കും. സോ അതിനുശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് Node.js ആണ്. ഓക്കെ, Node.js 24ൻ്റെ വേർഷനാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഓൾറെഡി നമ്മുടെ കാലിയിൽ 22 വേർഷനാണ് കിടക്കുക, അല്ലെങ്കിൽ 21 വേർഷനാണ് ഉണ്ടായിരിക്കുക, ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരിക. സോ നമുക്കത് മാറ്റി ജസ്റ്റ് 24 എന്ന ഒരു വേർഷനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിനായിട്ട് nvm install 24 എന്ന് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് nvm വേർഷൻ എന്ന് ചെക്ക് ചെയ്ത് നോഡ് വേർഷൻ. ഓക്കെ, നോഡ് വേർഷൻ എന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും 24 എന്ന ഒരു വേർഷൻ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് അത് യൂസ് ചെയ്യണം. ഓക്കെ, ആ ഒരു വേർഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു കമാൻഡ് വിട്ടുപോയി. nvm use 24 എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നോഡ് വേർഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു വേർഷൻ കാണിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കിവിടെ വേർഷൻ 24.15.0 എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് OpenJDK ഇൻസ്റ്റാൾ ചെയ്യണം. സോ OpenJDK 17 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാര്യത്തിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് 24 വേർഷൻ വരുന്നുണ്ട്. ഓക്കെ, 24 അല്ല 22 ആണെന്ന് തോന്നുന്നു. ഓക്കെ, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് 17 എബോവ് വേർഷൻ അവിടെ വരുന്നുണ്ട്. സോ നിങ്ങൾക്കത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി അതിനകത്തുണ്ട്. അതുപോലെ തന്നെ OpenJDK 17 നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു പാക്കേജ് നമ്മുടെ റെപ്പോസിറ്ററിയിൽ ഉണ്ടായിരിക്കില്ല. സോ അതവർ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് പകരം പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് 24 എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് apt അപ്ഡേറ്റ് കൊടുക്കുക, പാക്കേജസ് എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ഓക്കെ ഗൈസ്, ഇനി അടുത്തതായിട്ട് നമുക്ക് APK ടൂൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ APK ടൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് നമ്മൾ നോർമലി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ APT ഇൻസ്റ്റാൾ APK ടൂൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓൾഡർ വേർഷൻ ആയിരിക്കും വരിക. സോ അത് നമുക്ക് ഇതിനകത്ത് റൺ ചെയ്യാനൊക്കില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും എററൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഔട്ട്ഡേറ്റഡ് വേർഷനാണ് ഈ ഒരു കമാൻഡിലൂടെ വരിക. നമുക്കത് അല്ലാതെ ലേറ്റസ്റ്റ് വേർഷൻ ഇതിൻ്റെ മാനുവലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അപ്പോൾ ഓൾറെഡി APK ടൂൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് APT റിമൂവ് APK ടൂൾ ആൻഡ് APT ഓട്ടോ റിമൂവ് എന്ന ഒരു കമാൻഡ് കൊടുത്ത് അത് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ തരുന്ന ഒരു കമാൻഡ് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു കമാൻഡ് കൊടുത്തിട്ട് APK ടൂൾ പുതിയ ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ APK ടൂളിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ 2 കമാൻഡ് കൊടുക്കുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ച് ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, സോ 2 ഫയലുണ്ട്, നമുക്ക് 2 ഫയലും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, കുറേ കൺഫ്യൂഷൻസ് ഒഴിവായി കിട്ടും. സോ ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് രണ്ടാമത്തെ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതൊരു റാപ്പർ സ്ക്രിപ്റ്റാണ്. സോ അതും കൂടി ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് പെർമിഷൻ അലോട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഒരു കമാൻഡ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു ഫയലും കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ആ ഒരു APK ടൂൾ എന്ന് പറയുന്ന ഒരു ഫയലിൻ്റെ പെർമിഷൻ മാറ്റി കൊടുക്കണം. ഓക്കെ, chmod +x APK ടൂൾ എന്ന ഒരു കമാൻഡ് കൊടുക്കുക, പെർമിഷൻ അലോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ടെർമിനലിൽ ജസ്റ്റ് LS അടിച്ച് നോക്കിയാൽ കാണും. നമുക്കിവിടെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഫയൽസ് കാണാൻ സാധിക്കും. സോ അതിനകത്തിൽ APK ടൂൾ എന്ന് പറയുന്ന ഒരു ഫയലിനാണ് നമുക്ക് പെർമിഷൻ മാറ്റി കൊടുക്കേണ്ടത്. സോ chmod ഓക്കെ, ആ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക. സോ ഈ കമാൻഡെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് അവിടുന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ആ ഒരു ടൂളിന് പെർമിഷൻ കൊടുക്കുക, chmod +x APK ടൂൾ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കളർ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ നമ്മുടെ പെർമിഷൻ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു 2 ഫയൽസും നമുക്ക് സിസ്റ്റം പാത്തിലേക്ക് മൂവ് ചെയ്യണം. സോ അതിനായിട്ട് ആദ്യത്തെ കമാൻഡ് കൊടുക്കുക. ഓക്കെ, mv apk tool.jar നമ്മുടെ സിസ്റ്റം ഫയൽ പാത്തിലേക്ക് ഈ 2 ഫയൽസും നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഫയൽസും മൂവ് ചെയ്യുക. ഓക്കെ, സോ അത് മൂവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് APK ടൂൾ -- വേർഷൻ എന്ന് കൊടുക്കുമ്പം ആ ഒരു ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് APK സൈനർ എന്നൊരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതും നമ്മൾ മുമ്പേ APK ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെയാണ്. എക്സ്റ്റേണലായിട്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമ്മളല്ലാതെ APK സൈനർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും കിട്ടുക. സോ നമുക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. സോ ഞാനിവിടെ ഒരു ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ച് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കമാൻഡ് ലൈൻ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. സോ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് അൺസിപ്പ് എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്, അൺസിപ്പ് കൊടുക്കുക. ഓക്കെ, അത് അൺസിപ്പ് അല്ല. ഓക്കെ ഗൈസ്, സോറി, അതിന് മുന്നേ നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തെടുക്കണം. സോ ഫോൾഡറിനകത്ത് വെച്ചിട്ട് വേണം നമുക്കത് അൺസിപ്പ് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരു ടൂൾ കാണാൻ സാധിക്കും. സോ അതാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നത്. സോ അത് ആ ഒരു ഫോൾഡറിലേക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡറിലേക്ക് അൺസിപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ജസ്റ്റ് അൺസിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയൽ നമ്മൾ സക്സസ്ഫുള്ളി അൺസിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ മുമ്പേ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ചെയ്തിരുന്നത് bash.rc എന്നൊരു ഫയലിനകത്തേക്കാണ് നമ്മൾ കയറിയത്. സോ ആ ഒരു ഫയലിനകത്തേക്ക് നമ്മൾ ഈ ഒരു ലൈൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് എന്ന ഒരു കമാൻഡ് കൊടുക്കുക. അതിനുശേഷം ഒരു കമാൻഡ് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു 2 കമാൻഡുണ്ട്, അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു 2 ഫയലും നമ്മൾ ആ ഒരു bash.rc എന്ന ഫയലിനകത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആ ഒരു കമാൻഡ് അതുപോലെ തന്നെ ഒരു പൈപ്പ് ലൈൻ കമാൻഡ് ഉണ്ട്. അതിനുശേഷം SDK മാനേജർ --ലൈസൻസ്. ഓക്കെ, ഈ ഒരു കമാൻഡ് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക, നിങ്ങൾ ടെർമിനലിലേക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പ്രോസസ്സ് റൺ ആവുന്നത് കാണാൻ സാധിക്കും.
ഓക്കെ ഗൈസ്, അപ്പോൾ ആക്ച്വലി ഈ ഒരു ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഒരുപാട് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല നെറ്റ്, ഓക്കെ, ഇൻ്റർനെറ്റ് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു കമാൻഡുണ്ട്. ഓക്കെ, അതോടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം എന്താണ് ആ ഒരു APK സൈനർ എന്ന ഒരു ടൂൾ നമുക്ക് കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ എക്സ്പോർട്ട് ലൈസൻസ് നമ്മുടെ bash.rc എന്ന ഫയലിലേക്ക് വീണ്ടും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ മുമ്പേ APK സൈനറിന് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. നമുക്ക് വീണ്ടും ഒരു bash.rc എന്ന ഒരു ഫയലിനകത്തേക്ക് ഈ ഒരു ലൈൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ആ ഒരു 2 കമാൻഡും കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ APK സൈനർ എന്ന ഒരു ടൂളിൻ്റെ ഇൻസ്റ്റാളേഷൻ വെരിഫൈ ചെയ്യുക. ഓക്കെ, APK സൈനർ വേർഷൻ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേർഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണും. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. ഇൻസ്റ്റാളിങ് പ്രൊജക്റ്റ് ഡിപ്പെൻഡൻസീസ്. ഓക്കെ, അതായത് നമ്മുടെ നോഡ് പ്രോസസ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ ആദ്യം npm ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ഈ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾക്ക് ഒരു എറർ വരുന്നതായിരിക്കും. അതിനുശേഷം രണ്ടാമത്തെ കമാൻഡ് കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ കമാൻഡ് കൊടുക്കുക npm ഇൻസ്റ്റാൾ -g pm2 എന്ന് കൊടുക്കുക. ഓക്കെ, പ്രോസസ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഈ ഒരു npm ഇൻസ്റ്റാൾ എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഇൻസ്റ്റാളേഷനെല്ലാം കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും npm ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഒരു എററാണ് വരുന്നത്. അതിനുശേഷം നിങ്ങൾ വീണ്ടും npm ഇൻസ്റ്റാൾ -g pm2 എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, പ്രോസസ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. സോ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും npm ഇൻസ്റ്റാൾ എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എറർ കാണാൻ സാധിക്കില്ല. ഓക്കെ, അത് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, pm2 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ആ ഒരു മെസ്സേജ് ഒന്നും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു മെസ്സേജ് ജസ്റ്റ് വന്നിരിക്കുന്നതാണ്. സോ ഇനി വീണ്ടും നിങ്ങൾ npm ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് റൺ ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ പാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അതിനായിട്ട് pm2 സ്റ്റാർട്ട് index.js എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആദ്യം നിങ്ങൾ ആ ഒരു വുസൻ എന്ന ഒരു ഫയലിലേക്ക് കയറുക, ആ ഒരു ഫോൾഡറിനകത്തേക്ക് കയറുക. സോ ഇതിൻ്റെ സിപ്പ് ഫയൽ വേണ്ടവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് സിപ്പ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വുസൻ എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് DM ചെയ്താൽ മതി. ഞാൻ ഒരു സിപ്പ് ഫയൽ അയച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ആ ഒരു വുസൻ എന്ന ഒരു ഡയറക്ടറിയിലേക്ക് കയറുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും index.js. ഓക്കെ, ഈ ഒരു ഫയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, pm2 സ്റ്റാർട്ട് index.js -നെയിം ഡബിൾ കോഡ്സിൽ വുസൻ പാനൽ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രോസസ് മാനേജർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വുസൻ പാനൽ എന്ന ഒരു നെയിമിലാണത് വർക്ക് ചെയ്യുന്നത്. സ്റ്റാറ്റസ് ഓൺലൈനാണ്. ഓക്കെ, ഇത് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഓട്ടോ റീസ്റ്റാർട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. സോ അതിനായിട്ട് pm2 സ്റ്റാർട്ടപ്പ് എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം pm2 സേവ് എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, ഈ 2 കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് അത് systemctl നമ്മൾ മുമ്പേ SQLനൊക്കെ ചെയ്തൊരു സംഭവമില്ലേ, അത് തന്നെയാണ് ഇവിടെയും ചെയ്യുക. ഓക്കെ, നമ്മൾ ഡോക്കറിനൊക്കെ ചെയ്ത systemctl എനേബിൾ ഡോക്കർ എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നില്ലേ, അതായത് നമ്മുടെ ഓരോ സിസ്റ്റം ഓരോ തവണ ഷട്ട് ഡൗൺ ചെയ്ത് ഓപ്പൺ ആക്കുമ്പോഴും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു പാനൽ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവുന്ന ഒരു സംഭവമാണ്, സെറ്റപ്പാണ്. സോ അത് ജസ്റ്റ് ഒന്ന് ഈ 2 കമാൻഡ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാളേഷനും പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ഫയൽ കോൺഫിഗർ ചെയ്യണം. ഓക്കെ, നമ്മുടെ IP അഡ്രസ്സ് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, സോ അപ്പോൾ അതിനായിട്ട് നമുക്ക് config.json എന്ന് പറയുന്ന ഒരു ഫയൽ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാനിവിടെ മൈക്രോ എന്ന ടെക്സ്റ്റ് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി സിമ്പിൾ ഇൻ്റർഫേസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും, നമുക്ക് ആ ഒരു ഫയലിനകത്ത് config.json എന്ന ഒരു ഫയലിനകത്തിൽ ഡെഫ് എന്നൊരു സെക്ഷനുണ്ട്. സോ അതിനകത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്റ്റ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ പോർട്ട് നമ്പർ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ ഹോസ്റ്റിനകത്തിൽ നമ്മുടെ IP അഡ്രസ്സ് ചേർക്കുക. ഓക്കെ, സോ നമ്മുടെ IP അഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക, പുതിയൊരു സെഷൻ എടുക്കുക. ഓക്കെ, പുതിയൊരു സെഷൻ എടുത്തതിന് ശേഷം അവിടെ ifconfig എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ IP അഡ്രസ്സ് കിട്ടുന്നതായിരിക്കും. സോ അതാ നമുക്കിവിടെ കാണാൻ സാധിക്കും, അവിടെ ഒരു പാസ്വേഡ്, ഹോസ്റ്റ്, അതുപോലെ തന്നെ പോർട്ട് നമ്പർ, ഇതെല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഈ ഹോസ്റ്റും പോർട്ട് നമ്പറുമാണ് ഇപ്പം നമുക്ക്
സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് IP അഡ്രസ്സ് നോക്കാം. ജസ്റ്റ് ifconfig എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് WLAN 0 എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ IP അഡ്രസ്സ് കിടപ്പുണ്ട്. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഒരു ഹോസ്റ്റ് എന്ന് കിടക്കുന്നതിനകത്ത് ലോക്കൽ ഹോസ്റ്റ് മാറ്റി ആ ഒരു IP അഡ്രസ്സ് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം പോർട്ട് നമ്പർ 3000 എന്ന് കൊടുക്കുക. ഓക്കെ, 3000 എന്നൊരു പോർട്ട് നമ്പറിലാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോവുക. സോ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക. അതുപോലെ തന്നെ Ctrl+Q കൊടുത്ത് എക്സിറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാനൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വെബ് ബ്രൗസറിൽ നിങ്ങളുടെ ആ ഒരു IP അഡ്രസ്സും അതുപോലെ തന്നെ ആ ഒരു പോർട്ട് നമ്പറും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വെബ് ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ആക്ടിവേഷൻ കോഡ് കാണുന്നതായിരിക്കും. സോ അപ്പോൾ അതിൻ്റെ ID ആക്ടിവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.